ആർത്രൈറ്റിസ്, ക്യാൻസർ തുടങ്ങിയവയെ ഫലപ്രദമായി ചെറുക്കുന്ന ഒരു മരുന്ന് സംയുക്തം കണ്ണൂർ സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോസയൻസിന്റെയും ബയോടെക്നോളജി മൈക്രോബയോളജി വകുപ്പും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലൂടെ വേർതിരിച്ചെടുത്തു. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന കണ്ടുപിടുത്തമാണ് ഇതെന്ന് സർവകലാശാല വ്യക്തമാക്കുന്നു. ബയോ ട്രാൻസ്ഫോർമേഷൻ സാങ്കേതിക വിദ്യയിലൂടെ പരമ്പരാഗത ഔഷധ സസ്യത്തിൽ നിന്നുള്ള ബെർബറൈൻ എന്ന സംയുക്തമാണ് സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോസയൻസിലെ ഗവേഷകർ വേർതിരിച്ചെടുത്തത്. മദ്യവും മരുന്നുകളും വ്യത്യസ്ത രീതികളിൽ ഉണ്ടാക്കാനാണ് ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്തെ വൻകിട കമ്പനികൾ പലതും ഇവ രണ്ടും ഒരേ രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഇത് വേണ്ടത്ര ഔഷധ ഗുണം ഉണ്ടാക്കില്ല എന്നാണ് ബെർബറൈൻ എന്ന സംയുക്തത്തിന്റെ രൂപീകരണ വേളയിൽ കണ്ടെത്തിയതെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ തലശ്ശേരി പാലയാട് ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോസയൻസ് ഡയറക്ടർ ഡോക്ടർ സി ഹരിദാസ് വ്യക്തമാക്കി. ആൽക്കഹോളിക് ബെവറേജസ് ഉണ്ടാക്കാൻ ഒരു രീതിയുണ്ട്. അതിന് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടർ കൾച്ചർ അല്ലെങ്കിൽ ഇനോക്കുലം എന്നൊക്കെ പറയും. അത് ചേർത്തിട്ട് ചുരുങ്ങിയ സമയത്തിൽ ആൽക്കഹോൾ ഉണ്ടാവും, ഷുഗർ കൺവേർട്ട് ചെയ്തിട്ട് ആൽക്കഹോൾ ഉണ്ടാവും. പക്ഷെ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ മരുന്നിന് ഗുണം കൂടിയ രൂപം ഉണ്ടാകാൻ സമയമുണ്ടാകുന്നില്ല. അതാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുപിടിച്ചത്. മദ്യം ഉണ്ടാക്കുന്നത് പോലെ ഈസ്റ്റ് ചേർത്തിട്ടല്ല ആയുർവേദ മരുന്ന് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ വന്നാൽ ബെർബറൈൻ സംയുക്തം കാര്യക്ഷമമായി മരുന്നുകളിൽ പ്രവർത്തിക്കില്ല. ഇത് മരുന്നിന്റെ ഗുണം കുറയ്ക്കും. അതിനാൽ ആചാര്യന്മാർ വിധിച്ച പ്രകാരം മരുന്ന് നിർമ്മാണം ഉറപ്പുവരുത്തണം. ആൽക്കഹോൾ അടങ്ങിയ ഈ മരുന്ന് ആസവും അരിഷ്ടമൊക്കെ ആൽക്കഹോളിൻ്റെ അളവ് മാത്രമല്ല, അത് ഉണ്ടാക്കുന്ന രീതി കൂടെ നിയമവിധേയമാക്കണം. അതാണ് പറയുന്നത്. സർവകലാശാലയുടെ പുതിയ കണ്ടുപിടുത്തം അമേരിക്കയിൽ നിന്നുള്ള പ്രശസ്ത ജേണലായ ജേണൽ ഓഫ് ബയോളജിക്കൽ മൈക്രോമോളിക്യൂൾസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.